ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വാട്ട് ഐ വോർ ഇൻ മലേഷ്യ കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാവരും വീഡിയോ വ്ലോഗ് കണ്ടു കാണുമല്ലോ, കാണാത്തവർ കണ്ടു നോക്കും. ഞാൻ മുകളിലെ ലിങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്ത് ഔട്ട്ഫിറ്റ്സ് ആണ് ഇട്ടെന്ന് കാണിക്കാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഐ ഹാവ് സ്പെൻഡ് എനിത്തിങ് ഫോർ ഔട്ട്ഫിറ്റ്സ്. ഞാൻ ഈ പ്രാവശ്യം യൂഷ്വലി എന്തെങ്കിലും നമ്മൾ പുതിയ സ്ഥലത്ത് പോകുക പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുതിയതായിട്ട് മേടിക്കുമല്ലോ. പക്ഷെ എനിക്ക് മേടിക്കുന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒന്നും മേടിച്ചില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ എല്ലാ വീട്ടിലും ഒരു പെർക്കി കാണുമല്ലോ. എൻ്റെ വീട്ടിലെ പെർക്കി ഞാനായതുകൊണ്ട് ചേട്ടൻ്റെ അപ്പൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പോയി. അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മൾ എൻ്റെ എയർപോർട്ടിലേക്ക് കാണിച്ചത്. ഫസ്റ്റ് ഇത് ടാങ്ക് ടോപ്പ് ആട്ടോ. ഇത് ടാങ്ക് ടോപ്പ് ഭയങ്കര എല്ലാവർക്കും ഒരു മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഇത് ആക്ച്വലി ഈ ഒരെണ്ണം ഉണ്ട്, പിന്നെ ഒരു സ്ക്വയർ നെക്ക് ഉണ്ട്. അത് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 പീസ് ഉണ്ട്. ഞാൻ മീഷോന്ന് മേടിച്ചത്. ഭയങ്കര അഫോർഡബിൾ ആണ്, നല്ല ക്വാളിറ്റി ആണ്. ഐ ലൈക്ക് ഇറ്റ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ടാങ്ക് ടോപ്പ്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ പോയല്ലോ. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഏതൊരു സ്ട്രീറ്റിലോ എന്തോ മേടിച്ചാണ്. എൻ്റെ ബാംഗ്ലൂർ ഷോപ്പിങ്ങിൽ ഞാൻ മേടിച്ചാട്ടോ ഈ പാൻറ് അല്ലേ. യെസ്, ഈ പാൻറ് ആൻഡ് ഒരു എനിക്ക് ചൂടിലും തണുപ്പിലും അധികം ജീവിക്കാൻ പറ്റാത്ത ആളായതുകൊണ്ട് ഞാൻ തണുപ്പിന് വേണ്ടി ഞാൻ ഇതെടുത്തു. ഇത് എൻ്റെ ചേട്ടൻ്റെ ഹുഡിയാണ്. അല്ല, ആക്ച്വലി എൻ്റെ ചേട്ടൻ ജോലി ചെയ്ത കമ്പനി ഇത് കൂട്ടിപ്പോയാൻ തോന്നുന്നു. എന്തെങ്കിലും ചേസ് അപ്പോൾ അവിടുന്ന് അവർക്ക് കൊടുത്തൊരു ഹുഡിയാട്ടോ ഇത്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കറക്റ്റ് സൈസാണ്. ഞാൻ അവിടെ പിക്ചർ കൊടുക്കാം, അപ്പോൾ അത് അറിയാമല്ലോ. അപ്പം ഇത് ഭയങ്കര അടിപൊളിയാട്ടോ. ഞാനതിങ്ങനെ ലൈക്ക് എന്താണ് എയർപോർട്ടിൽ ഇടേണ്ടത് എന്ന് യൂഷ്വലി എൻ്റെ ഒരു ഇടേണ്ടതെന്ന് നോക്കി. അപ്പം ഞാൻ ഒരു ന്യൂട്രൽ കളറായി പോവാന്ന്. അപ്പം ഈ 3 ഐറ്റം എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ അപ്പം ഇതായിരുന്നു എൻ്റെ എയർപോർട്ടിലേക്ക്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെന്താ, അങ്ങനെ ചൂടൊന്നും എടുത്തില്ല, ചൂടും ഇല്ലായിരുന്നു തണുപ്പില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു ഡ്രസ്സ്. പിന്നെ ആണെങ്കിൽ എപ്പോഴും നമുക്ക് 7 kg എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതെപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു പീസ് ഓഫ് ക്ലോത്ത് ആണെങ്കിലും അതെങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും ദിവസത്തിൽ ഇങ്ങനെ ഇട്ട് യൂട്ടിലൈസ് ചെയ്യാമെന്നുണ്ടായിരുന്നു. ഓക്കെ, അതായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ദിവസം അവിടെ എത്തി. അന്നത്തെ ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ ദിവസം പോയത് ട്വിൻ ടവറിലാണ്. ഓക്കെ, ട്വിൻ ടവർ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഈ ഇൻസ്റ്റയിലൊക്കെ നോക്കിയായിരുന്നു ഈ ട്വിൻ ടവറിൻ്റെ അടിയിൽ ഫോട്ടോസ് എടുക്കുന്നത്. മോസ്റ്റ്ലി ബ്ലാക്ക് ഇടുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതും ബ്ലാക്ക് ഇടുമ്പോൾ ഭയങ്കര രസമായിട്ട് ആൾക്കാരത് കാണാൻ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലാക്ക് അത് ഞാൻ അപ്പം ഞാൻ ഇട്ടത് ഈ ഒരു ബ്ലാക്ക് ഓക്കെ. അപ്പം ഞാൻ ഇത് ഒരു ബ്ലാക്ക് ടോപ്പും പോയിട്ട് ഒരു ഡ്രസ്സാട്ടോ ഞാൻ ഇത് മേടിച്ചത്. ഇത് ഞാൻ H&M മേടിച്ചത്. എനിക്കൊന്ന് ഇത് ഞാൻ ആദ്യം ഒരു 2 വർഷം മുന്നേ ഒന്നിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഇടുന്നത്. ഭയങ്കര അടിപൊളിയാണ്. അപ്പം ബ്ലാക്കിൻ്റെ എനിക്കറിയില്ലെങ്കിൽ ബ്ലാക്ക് കുറച്ച് ആക്രാന്തമുള്ള കളറാട്ടോ. എഫേർട്ട്ലെസ് ലുക്ക് എന്ന് പറഞ്ഞെങ്കിൽ ബ്ലാക്കാണ് ഏറ്റവും അടിപൊളി പോകാൻ പറ്റിയൊരു കളർ. ഓക്കെ, സോ അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡേ. ഞാൻ ട്വിൻ ടവറും ആ ഒരു ചൈന ഫുഡ് സ്ട്രീറ്റിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചു. ഇതേപോലത്തെ ഇങ്ങനെ കുസ്കുസാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എലഗൻ്റ് ആണ്, അടിപൊളിയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് എവിടെയാണെന്ന് അറിയുമോ? ഒരു ടെമ്പിളിൽ പോയില്ലായിരുന്നു. ഒരു ചൈന ടെമ്പിൾ പറഞ്ഞ് ഭയങ്കര കുറേ നമ്മൾ ബ്രൈഡ്സിനെയൊക്കെ കണ്ടു പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ടല്ലോ. അവിടെ ഞാൻ പോയപ്പം അടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു ടാങ്ക് ടോപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ക്വയർ ടാങ്ക് ടോപ്പ് എനിക്കുണ്ടെന്ന്. ഓക്കെ, ഈ സ്ക്വയറിലാട്ട് ഇത് ഓവലല്ലേ ഓക്കെ. അപ്പോൾ ഈ ഒരു ടാങ്ക് ടോപ്പും സോ ഞാൻ ഇട്ടത് ഈ ഒരു ടാങ്ക് ടോപ്പും പിന്നെ ഈ ഒരു ജംസൂട്ടും ആട്ടോ. ഈ ഒരു ജംസൂട്ടും ആട്ടോ. ഇവിടെ അപ്പം അതിനൊരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം ടോട്ടൽ 3 പോക്കറ്റ്സ് ഉണ്ട് ഇതിന്. ഇത് ഞാൻ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്നുവെച്ചാൽ ഇതൊക്കെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്റ്റുഡിയോ പോയപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. മറ്റേ ആലിയ ഭട്ടിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, ജിന്ദഗി എന്ന് പറയും. അല്ല ഇതിൻ്റെ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആലിയ ഭട്ടിൻ്റെ ഒരു പടം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്. അപ്പം അന്ന് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാർ.
അപ്പം ഞാനത് ഇത് മേടിച്ച് കഴിഞ്ഞാൽ എവിടെ ഇടണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കറക്റ്റ് ഇത് വന്നത്. അപ്പം ഇത് ഞാൻ ഇട്ടു. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ, ഭയങ്കര ലൈക്ക് ഷോർട്ടാണ്. ആ ടെമ്പിളിൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ലൈക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് പോണേന്. ലൈക്ക് ടൂറിസ്റ്റ് മോസ്റ്റ്ലി ഇങ്ങനെ ഇട്ട് പോയതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ദിസ് ഇസ് മൈ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. അപ്പം നമ്മുടെ തേർഡ് ഡേ ഔട്ട്ഫിറ്റ് ആട്ടോ. തേർഡ് ഡേ നമ്മൾ എവിടെ പോയ, ബാത്തു കേവ്സിൽ പോയി. പിന്നെ രണ്ടാമത്തേത് മറ്റേ ആ കേബിൾ കാർ, ആ ഒരു മോൾ, ഓക്കെ അതായിരുന്നു. അപ്പം ഞാൻ ഇട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു പിങ്ക് ടോപ്പ് അല്ലേടി, ഈ ഒരു പിങ്ക് ടോപ്പ് മോഡ് കഞ്ചിട്ടോ. എനിക്കിവിടെ വേസ്റ്റില് ലൂസാണ്, പക്ഷെ ബാക്കിയെല്ലാം ടൈറ്റ് ആണ്. അപ്പം ഞാൻ എപ്പോഴും ഇതിൻ്റെ ഒരുമാതിരി അറ്റാച്ച്ഡ് ആയ പോലെ ബെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കും. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സൈസ് ചെയ്താണോ, ഇത് 32 ലാർജ് ആണല്ലോ. എനിക്ക് ഇവിടുത്തെ എൻ്റെ തൈസിൻ്റെയും എൻ്റെ ഹിപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം എനിവേ ചീസ് അപ്പം ഈ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കൊന്ന് കെച്ച് എന്ന് പറഞ്ഞൊരു സൈറ്റ് എന്തോ ഉണ്ട്, ഞാൻ നോക്കട്ടെ, ഇതിൻ്റെ ലിങ്ക് പറ്റി ഞാൻ താഴെ. അപ്പം ഇത് ഭയങ്കര എനിക്കിഷ്ടമായിട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാനും. ഇതാണ് സ്ലീവ്ലെസ് ആയിരുന്നു, കാറ്റൊക്കെ കയറി നമ്മൾ കഥയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോവാം. പിന്നെ നമ്മൾ ബാത്തു കിഡ്സിൽ പോയ സമയത്ത് ഇതുണ്ടായിരുന്നു, നമുക്ക് ഒരു മോഡസ്റ്റ് വെയർ ആയിട്ട് വേണമായിരുന്നു ഇടാൻ. അപ്പം ഞാൻ ആ സമയത്ത് ഇട്ട ഐറ്റമാണ് ഈ ഒരു സ്ട്രൈപ്പ് ഷർട്ട് കേട്ടോ. ഇത് എൻ്റെ ചേട്ടൻ്റെയാണ്, എനിക്ക് ഐ എം നോട്ട് റോങ്, ചേട്ടൻ്റെ കോളേജ് യൂണിഫോമിൻ്റെ ഷർട്ടായിരുന്നു. ഞാൻ ഇതേപോലെ ഒരു ദിവസം ഒരു സ്ട്രൈപ്പ്, എനിക്കത് ഇതല്ല വേറെ ഇതൊരു സ്ട്രൈപ്പ് ടീഷർട്ടൊക്കെ ഇട്ട്, അല്ല എനിക്ക് ഓർമ്മയില്ല, ഈ ടീഷർട്ടൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ കോളേജിൽ പോയിട്ട് കോളേജിൽ പോട്ടെ ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് മമ്മീനോട് ചോദിച്ചു, നീ എന്താ ഈ ചേട്ടൻ്റെ കോളേജ് ഷർട്ടൊക്കെ ഇട്ട് പോയത്? എനിക്ക് എന്താ അറിയാമ്പോഴേക്കും മിക്കതും അവനൊക്കെ ഫിട്ടോ. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഞാൻ ആ പിങ്ക് ടോപ്പിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇട്ടിട്ട് ആണ് പോയത്. പിന്നെ നമ്മളൊരു വാൻ പോലെ ഒരു സ്ഥലത്താട്ടോ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് സാധനം വെച്ചാൽ മതി, നമുക്ക് ആ ഒരു ഹോൾ ഡേ ആ സെയിം വെഹിക്കിൾ തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ സാധനം അതിനകത്ത് വെച്ചിട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ബാത്തു കേസിൽ പോയപ്പോൾ ഞാൻ ഈ ഷർട്ടുകൾ ഇട്ടായിരുന്നു, അല്ലാത്തപ്പം ഞാൻ ജസ്റ്റ് ആ പിങ്ക് ടോപ്പും ആ ജീനായിട്ടാണ് പോയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ഡേ, ഫോർത്ത് ഡേ, നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി. അതെ, നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയി. പിന്നെ എനിക്കൊന്ന് വേറെ ഒരു ടെമ്പിളിലും കൂടെ നമ്മൾ പോയായിരുന്നു. അപ്പം പിന്നെ എനിക്കൊന്ന് പുത്രാജയിൽ വന്നാൽ പോയത്. അപ്പം എൻ്റെ അച്ഛൻ മാസം കൂടിയായിട്ടോ വരുന്നത്. ഓക്കെ, അപ്പം അന്ന് ഞാൻ ഇട്ടെന്ന് വെച്ചാൽ ഈ ടോപ്പാണേ. ഈ ഒരു ടോപ്പ് എനിക്ക് തോന്നുന്നു വെസ്റ്റ് സൈഡിൽ ഞാൻ മേടിച്ചു. ഇതിൻ്റെ ഒരു ബ്ലാക്കും ഈ ഒരു ബ്രൗൺ ആണ്. എന്താണിത്? ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പാട്ടോ. ഇത് ഭയങ്കര രസമുള്ള ടോപ്പാണ്. ഇതേപോലെ ഈ സ്ലീവ്സിൻ്റെ അവിടെ ഇങ്ങനെ ആ ഒരു ചെയിൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് തോന്നുന്നത് അഡ്ജസ്റ്റബിളും കൂടെ ആട്ടോ. ഇവിടെ ഒരു മറ്റേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം. സോ ദിസ് ഇസ് അഡ്ജസ്റ്റബിൾ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഞാൻ 2 മാസം മുന്നേ എന്തോ വെസ്റ്റ് സൈഡിൽ എന്തോ ഒരു സെയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ പോയപ്പോൾ മേടിച്ചത്. അപ്പോൾ ഇതും ഉണ്ടായിരുന്നു, ഈ കളർ ഉണ്ടായിരുന്നു, പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഈ ബ്ലാക്ക് കൂടാന്ന് വെച്ചാൽ ആക്കാന്നോ, ബട്ട് ബ്ലാക്ക് ഉണ്ടല്ലോ വിചാരിച്ച് ഞാൻ ഈ ബ്രൗൺ എടുത്തു. ഇതും അടിപൊളിയാട്ടോ. ഇതിൻ്റെ കൂടെ ആയിട്ടത് മറ്റേ പിങ്കിൻ്റെ കൂടെ ബൂട്ട് കട്ട് ജീൻസ് ആയിരുന്നു. പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ ആയിട്ടത് വൈറ്റ് സ്നീക്കേഴ്സ് ആട്ടോ. കാരണം എനിക്ക് അതും കൂടെ ചുമന്നോട് വളരെ ആങ്കറില്ല കേട്ടോ. പിന്നെ ആക്ച്വലി എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഹീൽസ് ഇടുന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് താങ്കൊണ്ടും വൈകി വേണമെന്നാണ്. സോ ഞാൻ ഈ വൈറ്റ് സ്നീക്കേഴ്സ് ആണെങ്കിൽ ഗോസ് വിത്ത് എവറിത്തിങ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചാൽ അങ്ങനെ ഇടാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഓക്കെ, ഔട്ട്ഫിറ്റ് വിച്ച് ഐ വോൺ ഇൻ മലേഷ്യ. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ഏതാണെന്ന് കോമെൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.